വ്യവസ്ഥാപിത സംവിധാനങ്ങളെ വെല്ലുവിളിക്കാൻ എഴുത്തും വായനയുമാണ് സ്ത്രീകളെ പ്രാപ്തരാക്കിയതെന്ന് കെ.പി. സുധീര അഭിപ്രായപ്പെട്ടു. അരങ്ങിലും അണിയറയിലും അവളുടെ വളകിലുക്കമല്ല, ചിന്തകളുടെ ചിലമ്പൊലിയാണ് ആധുനിക കാലത്ത് കേൾക്കുന്നതെന്നും എഴുത്തുകാരിയും ഗ്ലോബൽ റൈറ്റേഴ്സ് ഫോറം ചെയർപേഴ്സണുമായ ഡോക്ടർ കെ.പി. സുധീര അഭിപ്രായപ്പെട്ടു. വനിതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ ലിറ്റററി ഫോറത്തിന്റെയും ഗ്ലോബൽ റൈറ്റേഴ്സ് ഫോറത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ച പെൺ സാഹിത്യത്തിലെ നിശബ്ദ രാഷ്ട്രീയം എന്ന സംവാദ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഡോക്ടർ കെ.പി. സുധീര. എഴുത്തുകാരിയും സാഹിതി ചെയർപേഴ്സണുമായ ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ അധ്യക്ഷയായ പരിപാടിയിൽ ഡോക്ടർ ദിവ്യ എം മുഖ്യപ്രബന്ധം അവതരിപ്പിച്ചു സംസാരിച്ചു. എഴുത്തുകാരിയും നർത്തകിയുമായ ഡോക്ടർ അഞ്ജലി മേനോൻ, നോവലിസ്റ്റ് സുനിത വിൽസൺ തുടങ്ങിയവരും പരിപാടിയെ അഭിസംബോധന ചെയ്തു. മലയാളത്തിൽ 100-ലധികം പുസ്തകങ്ങൾ രചിച്ച ഡോക്ടർ കെ.പി. സുധീരയ്ക്ക് തൃശൂർ ലിറ്റററി ഫോറം പ്രസിഡന്റും എഴുത്തുകാരനുമായ കെ. ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ആദരിച്ചു. കെ. രഘുനാഥൻ, എം.ഡി. രത്നമ്മ, മോഹൻദാസ് പാറപ്പുറത്ത്, ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ്, രാജലക്ഷ്മി മാനഴി, അപർണ ബാലകൃഷ്ണൻ, പി. വിനോദ്, ഉഷ കെ. വാര്യർ തുടങ്ങി നിരവധി പേരാണ് പങ്കെടുത്തത്. കേരളപ്രണാമം ന്യൂസ്, തൃശൂർ.